ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കൂൺതോരനാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കുക. മഷ്റൂം തോരൻ തയ്യാറാക്കാനായി 200 ഗ്രാം മഷ്റൂം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. കൂൺതോരൻ തയ്യാറാക്കാനായി കൂണിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് ഇത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തിയ വെള്ളത്തിൽ കഴുകിയെടുത്തിരിക്കുകയാണ്. ഒരു തേങ്ങയുടെ പകുതി തിരുമിയെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ 2 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില. നമുക്കിതൊന്ന് തയ്യാറാക്കാം. അതേ പാനിലേക്ക് കൂണിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൂണൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. കൂൺ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. മറ്റൊരു പാൻ വെച്ച് കൊടുക്കുകയാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പാനിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാൽ ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അരപ്പൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അരപ്പിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മഷ്റൂമിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അരച്ച അരപ്പാണിത്.
ഈ മഷ്റൂമിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ കൂൺതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ലപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ കൂൺതോരൻ. അപ്പം നമ്മുടെ കൂൺതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂൺതോരൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും എൻ്റെ സീന ബൈ പാർവൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.